പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. സഹാബാക്കൾ പ്രവാചകനോട് ചോദിച്ചു, നബിയെ 70,000 ആളുകൾ ആരാണ്? വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, അവരെ പഠിപ്പിക്കാൻ, ഹും അല്ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ മന്ത്രവാദങ്ങൾ നടത്താത്തവരാണ്, ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താത്തവരാണ്. അവർ അല്ലാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരാണ്. സഹോദരങ്ങളെ, ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ ജീവിതത്തിന്റെ ഖൈറും ഷർറും അള്ളാഹുവിന്റെ വിധിപ്രകാരം മാത്രമാണ് നടക്കുക എന്ന ഈമാനും തഖ്വയിലേക്കും നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചു വന്നാൽ നമ്മളെ തകർക്കാൻ, നമ്മളെ ഇല്ലാതെയാക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ, ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് നമസ്കാര ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ എനിക്കൊരു വീട് നൽകണമെന്ന് വിചാരിച്ചാൽ, ആ വീട്ടിൽ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകണമെന്ന് നീ വിചാരിച്ചാൽ, എന്റെ കുട്ടിക്ക് ജോലി നൽകണമെന്ന് നീ വിചാരിച്ചാൽ, അസുഖം മാറണമെന്ന് നീ വിചാരിച്ചാൽ, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ പോലും എന്റെ വീടിന്റെ ഒരിഷ്ടികയുടെ മുകളിൽ ഞാൻ വെച്ചിട്ടുള്ള മണൽത്തരികളിൽ ഒരു മണൽത്തരി പോലും ഇളക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. പടച്ചോനെ, എനിക്കറിയാം എന്റെ കുട്ടിക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയാകണമെന്ന് നിന്റെ വിധിയുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ മന്ത്രവാദികൾ ഒന്നിച്ചു ചേർന്ന് എന്തു പറഞ്ഞാലും അവരെന്ത് ചെയ്താലും എന്റെ കുട്ടിയെ ബാധിക്കില്ല. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ, നീ ശർറാണ് താൽക്കാലിക പരീക്ഷണത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഭൗതികമായി ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം. അത് തടുക്കുവാനും ഈ ലോകത്തൊരാൾക്കും കഴിയില്ല നാഥ എന്ന ഉറച്ച പ്രഖ്യാപനമുണ്ടല്ലോ.